ഭൂമിയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും സ്വർഗം എന്താണെന്ന് കണ്ടത്. ഞങ്ങൾക്ക് മണാലിയായിരുന്നു ട്രിപ്പിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിന് നമ്മുടെ റൂട്ട് നേരെ ഷിംലയിലോട്ട് മാറ്റി. ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയായിരിക്കും ഷിംല, എന്ത് ക്ലൈമറ്റ് ആയിരിക്കും എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായ ഭൂമിയിലെ ഒരു ചെറിയ സ്വർഗമാണ് ഈ ഷിംല. ബാക്ക്ഡ്രോപ്പിലും മലയും മഞ്ഞും ഒപ്പം നല്ല അടിപൊളി തണുപ്പുമായിരുന്നു. ക്ലൈമറ്റ് ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾക്ക് വിചാരിച്ചതിലപ്പുറമായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഷിംല കാണുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഷിംല. അപ്പോൾ എല്ലാവർക്കും ഷിംലയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഓക്കെ, ഷിംല എന്നത് കിടിലൻ പ്ലേസാണ് കേട്ടോ. ഒരു മഞ്ഞും തണുപ്പും, ഒരു വെറൈറ്റി മൂഡ്. അതായത് നമ്മുടെ ഹിമാലയ ആ റീജിയനൊക്കെ പോലെ നല്ല തണുപ്പ്, എപ്പോഴൊരു കൂളായിട്ടിരിക്കുന്ന ആ ഒരു ഫീലിലുള്ള തണുപ്പും, സഹിക്കാൻ പറ്റാത്ത രീതിക്കുള്ള തണുപ്പ് ഇപ്പോൾ ഇല്ല. എന്നുവെച്ചാൽ മഞ്ഞ് വീഴുന്ന ടൈമുണ്ട്. ഇപ്പോൾ മഞ്ഞ് വീഴുന്ന ടൈമല്ല, ഇപ്പോൾ ജസ്റ്റ് കോടയൊക്കെ ഉള്ളൊരു ടൈമാണ്. അതായത് ചെറിയ മഴയും അങ്ങനത്തെയൊക്കെ. പക്ഷെ നമ്മൾ ധർമ്മശാലയിലേക്ക് കണ്ടതുപോലെ, പക്ഷെ അവിടത്തേക്കാളും കുറച്ചും കൂടെ തണുപ്പുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ ബിൽഡിങ്സും ബാക്കി ആ ടൗണും നമുക്ക് ദൂരെ മലനിരകളും അതെല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഫാമിലി ആയിട്ടായാലും അല്ല ടൂർ ചെയ്യുന്നവർക്കായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കിടില സ്ഥലമാണ്. കിടില ഷിംലയിൽ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നൈസ് അല്ലേ? മഞ്ഞ് ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണാൻ പോകണം. ഇതിനകത്ത് എന്തോ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഈ ബിൽഡിങ്ങിനകത്ത് കാണാൻ, ഇതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിനകത്താണ് ഇന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ മഞ്ഞൊക്കെ മൂടി കിട്ടില്ല മൂട്, ഒരു രക്ഷയില്ല, കിട്ടില്ല മൂട് കിട്ടില്ല. ഇത് പണ്ടെന്തോ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അങ്ങനെ എന്തോ സംഭവമാണ്. എന്തൊക്കെയുണ്ട് നോക്കാം, അതിനകത്ത് കയറിയില്ല അറിയാം. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറൊക്കെ തിരിച്ച സമയത്ത് അതിൻ്റെ കരാറും ബാക്കി കാര്യങ്ങളൊക്കെ ഒപ്പിട്ടത് ഇവിടെ ഒരു ടേബിള്, ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്, പഴയ കാര്യങ്ങൾ. അത് ആ ബ്രിട്ടീഷ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അവരിരുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഫുൾ നല്ല കിടില ആംബിയൻസ്, ആ മഞ്ഞും. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തും എത്ര രസമായിരിക്കും. ഇന്നിപ്പോൾ ജസ്റ്റ് അവർക്ക് സ്റ്റഡീസിന് വേണ്ടി ലൈബ്രറീസ് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫ് ഗ്ലാസ്, അതായത് ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു മെറ്റീരിയൽ വാക്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
അതായത് ഇപ്പം ഇതിനകത്ത് ഫുൾ തടി വെച്ചിട്ടാണ് ഇതിനകത്ത് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാക്സ്, അതായത് ഈ 70 ഡിഗ്രിയിൽ കൂടുതൽ ചൂടാകുമ്പോൾ വാക്സ് ഉരുവി അതിനകത്തുള്ള ഗ്ലാസ് പൊട്ടും. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ നൈട്രജനും വാട്ടർ സ്പ്രിങ്ങിങ്, അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ്റെ സെറ്റപ്പ് അന്നത്തെ കാലത്ത് അവർ നിർമ്മിച്ച, അതായത് ഓട്ടോമാറ്റിക്കാണ്. അതായത് ഗ്ലാസ് പൊട്ടുമ്പോൾ അത് വാക്സ് ഉരുകി ഗ്ലാസ് പൊട്ടും ചൂട് കൂടുമ്പോൾ. അപ്പോൾ ഈ അകത്ത് ഈ തീ കത്തണത് ഒഴിവാകാൻ വേണ്ടിയിട്ട് നൈട്രജനും അങ്ങനത്തെ വാട്ടർ സ്പ്രിങ്ക്ലർ സിസ്റ്റവും അവർ അകത്ത് സെറ്റ് ചെയ്യും. അകത്ത് പക്ഷേ നല്ല വ്യൂ ആണ്, പക്ഷേ നമുക്ക് ക്യാമറാസോ ഷൂട്ടിങ്ങോ ഒന്നും അലോഡല്ല അതിനകത്ത്. ഇപ്പം IISA ആണ് ഇതിപ്പം. ഞാൻ പണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അങ്ങനെ എന്തോ അതിപ്പോൾ സ്റ്റഡീസിന് മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PhD സ്റ്റഡീസ്. ഓക്കെ. പിന്നെ ഇവിടെ ആർട്സ് മാത്രം ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, സയൻസ് ഗ്രൂപ്പുകൾക്കില്ല. ആർട്സ് വെച്ചാൽ പൊളിറ്റിക്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനത്തെവർക്ക് ഇവിടെ പഠിപ്പിക്കാൻ ടീച്ചർമാരില്ല, സ്വന്തമായിട്ട് വന്നിരുന്ന് പഠിക്കണം. ഇവിടെ ലൈബ്രറി യൂസ് ചെയ്യാം, സ്വന്തമായിട്ട് വന്നിരുന്ന് നമുക്ക് മുകളിൽ മൊത്തം സ്റ്റഡി ഹോളുണ്ട്, അവിടെ ഇരുന്ന് പഠിക്കാം. പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറൊക്കെ തിരിച്ചതിൻ്റെ ഡ്രാഫ്റ്റ് ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ഡ്രാഫ്റ്റ് ഫസ്റ്റ് നമ്മൾ നെഹ്റുവും ഇവിടെ ലാസ്റ്റ് ഇവിടെ റൂമിൽ നിന്നാണ് എഴുതിയത്. അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. ബിൽഡിംഗ് സ്വന്തമായിട്ട് ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ട് ബിൽഡിങ്ങിൽ. റൂഫിൻ്റെ പറഞ്ഞതിൽ തടി വെച്ചാണ് മൊത്തം ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ഏതാണ് ഫയർ ഫൈറ്റിങ്ങിനായിട്ട് മുകളിൽ ഗ്ലാസ് ഇതാണ് വാക്സ് വെച്ചാണ് സീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ടെമ്പറേച്ചർ 70 ഡിഗ്രി ആകുമ്പോഴത്തേക്കും വാക്സ് തനിയെ മെൽറ്റായി ഗ്ലാസ് പൊട്ടും. അത് വെച്ച് നൈട്രജൻ ഓക്സൈഡ് ഗ്യാസ് പോകുന്ന പൈപ്പുകളുണ്ട്, അതുവഴി ഇതൊന്ന് ഇത്രയും മൊത്തം അണയ്ക്കും. ഇവിടെ നിന്ന് പുറത്ത് നിന്ന് മഞ്ഞൊക്കെ മൂടിക്കഴിഞ്ഞാൽ പക്ക ഒരു ഡ്രാക്കുള കോട്ട ഫീല്. മഞ്ഞൊക്കെ മൂടി ആ ഒരു ആംബിയൻസ് വരുമ്പോൾ ഒരു ഹൊറർ ഫീലായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. മഞ്ഞ് മൂടിയതും ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലും എന്തോ ഒരു വലിയൊരു ഹൊറർ ഫീൽ, അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ബംഗ്ലാവിൻ്റെ ഒരു ഫീലായിരുന്നു ഈ ഷിംലയിലെ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ബിൽഡിംഗ്.
നമ്മളിപ്പം എങ്ങോട്ട് പോകണേ? നമ്മളിപ്പം മാൾ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകണം. അവിടെ ഷോപ്പിംഗ് കാര്യങ്ങളുമാണ്. ആർമി ട്രെയിനിങ് കമാൻഡ്, ആർമിയുടെ എന്തോ ട്രെയിനിങ് ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നേരെ പോകണതാണ് ആ പരിപാടി. ദാ ഈ കാണുന്നതാണ് മാൾ റോഡ്. ഇതാണ് മാൾ റോഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് ഷിംലയിൽ. ഇവിടെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രീറ്റ്. ബാക്ക് ഡ്രോപ്പിൽ മല, മഞ്ഞ്. എൻ്റെ കൂടെ ഒരു ആദിയുണ്ട്. ഹലോ. പിന്നെ ഈ കാണുന്നതെല്ലാം ബ്രിട്ടീഷ് ബിൽഡിങ്സ് ആണ്. ഇതൊക്കെയാണ് ഇവിടെ ഷിംലയിൽ പറഞ്ഞ ബ്രിട്ടീഷ് ബിൽഡിങ്സ്. ഇത് നമ്മുടെ മാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അതിനകത്ത് നൈസ് അല്ലേ ഈ കാണുന്നത് ബ്രിട്ടീഷ്. അതും ബ്രിട്ടീഷ് ബിൽഡിംഗ് ആണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം. പിന്നെ കിട്ടില്ല, ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് തളരൂല. തണുപ്പ് വേർക്കത്തില്ല ദേഹമൊന്നും. കൊള്ളാം കേട്ടോ. സ്ട്രീറ്റിൽ നല്ല ആൾക്കാരുണ്ട് അത്യാവശ്യം. അഡിദാസിൻ്റെ ഷോറൂമല്ലല്ലോ, എന്തോ അതിനെ പറയുന്നത്. ഓക്കെ, അഡിദാസിൻ്റെ കളക്ഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ്. ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്താണെന്തോ. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു. ഇതാണ് ആ ബിൽഡിംഗ്. കണ്ട, ഈ സാധനം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പണ്ടത്തെ പോലീസിൻ്റെ ബൂത്ത്. ഇപ്പം അതിനകത്ത് എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പഴയ ബൂത്ത് നൈസല്ലേ. ഇതെല്ലാം ബ്രിട്ടീഷ് കാലം. അതോ ആ ബിൽഡിങ്ങിൻ്റെ ആ എൻഡിൽ നൈസ്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റ്. ഫുൾ വൃത്തിയായിട്ട്. വുഡ്ലാൻഡിക്ക് ഒരു രക്ഷയില്ല. ഇപ്പോൾ മേളിൽ അവിടെ ടൗണും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തോന്നാണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. പണ്ടത്തെ രാജാവിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് തോന്നുന്നു. ഇതാണ് സ്ട്രീറ്റ്. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ ഒരു 4:58. അത് 5 മണി. 5 മണിയായപ്പോൾ ഫുൾ കോട. ഒരു രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല അല്ലേ? കൊടൈക്കനാലിൻ്റെ കോട, ഇത് ഷിംലയിലെ കോട. ഫുൾ മഞ്ഞ്. ഇനി ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഫ്രൂട്ട്സും അങ്ങനത്തെ കാരണം. എവന് മേടിക്കണമെന്ന്. ഷിംല ആപ്പിൾ ഉണ്ടെങ്കിലേ ഇവിടെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. ഇനി നാളെ നമ്മളെവിടെ പോണം? ചണ്ഡീഗഡ്. നാളെ ഇവിടെ നിന്ന് നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നാളെ ചണ്ഡീഗഡിനാണ് പോണേ. അപ്പോൾ അവന് പോടാ. അപ്പോൾ ഇവിടെ നിന്ന് അവന് ആപ്പിൾ ഉണ്ടെങ്കിൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നേരെ മാർക്കറ്റിലോട്ട് പോകണം. 1 കിലോ 100 രൂപ. രാത്രിയാണെങ്കിൽ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. പഴം, ഏത്തമ്പഴം, ഓറഞ്ച്, മുന്തിരി, തേങ്ങ, കരിക്ക്, പൈനാപ്പിള്, അവകാഡോ ഉണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിളുണ്ട്. വേറെ സാധനം എന്താ
ഞങ്ങൾ 1 കിലോ ആപ്പിൾ മേടിച്ചു 100 രൂപ. ലാഭമുണ്ട് ഇവിടെ ആപ്പിളിന്. ഇതാണ് ഷിംല ആപ്പിൾ. നല്ല തണുപ്പുണ്ട് അല്ലേടാ. ഇതാണ് ആശായി. അവന് ഇത് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതാ മേടിച്ചു. 1 കിലോ 100 രൂപ. ഇവിടെ ഭയങ്കര ലാഭമാണ് ആപ്പിൾ നമ്മളെ നാട്ടിൽ അപേക്ഷിച്ച്. എത്ര കിട്ടി? 1, 2, 3, 4, 5, 6, 7 ആപ്പിൾ കിട്ടി. 7 ആപ്പിൾ 100 രൂപ. നൈസ്. എക്സ്പ്ലോറിങ് ഷിംല ലോക്കൽ മാർക്കറ്റ്. ഉള്ളിലോട്ട് ആരും പോയിട്ടില്ല നമ്മളെ ബാച്ചിൽ. ഞങ്ങൾ കുറച്ച് പേര് മാത്രം അകത്തോട്ട് ഇറങ്ങി ചെയ്ത് മാർക്കറ്റ്. അതായത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ കിട്ടും പോലെ. ആപ്പിള് നല്ല റേറ്റ് കുറവ്. ബാക്കി വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നെടുമങ്ങാടുക്ക് ചന്ത പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ മേടിക്കുന്നു. അതാ ഇവിടെ നിന്ന് നമ്മുടെ എല്ലാം മേടിക്കാം. ഇവിടെ ഉണ്ട് മാതളം ആപ്പിള്. നമ്മുടെ ഇവിടെ കിട്ടുന്ന വലിയ പേരയ്ക്ക. ഭയങ്കര തിരക്ക്. നമ്മുടെ ചാലിയൊക്കെ പോലെ ഭയങ്കര തിരക്ക്. അങ്ങോട്ടൊക്കെ നല്ല തിരക്ക് ശരിക്കും പറഞ്ഞു. അല്ലേ ചാല മാർക്കറ്റ് പോലെ ഇല്ലേ അത്? പക്ഷെ വെജിറ്റബിൾസ് ഒക്കെ നോർമലി നമ്മളെ നാട്ടിലൊക്കെ മേടിക്കണ ഫീല്. ക്യാപ്സിക്കം വെറൈറ്റി കളർ. നമ്മളെവിടെയാ? സവാള ഇവിടെ 1 കിലോ 35 രൂപ. എനിക്ക് നാട്ടിലെ വില അറിഞ്ഞൂടാ. ഇതൊക്കെയാണ് നമ്മുടെ ഷിംലയിലെ കാഴ്ചകൾ. ഇത് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല. നമുക്കിപ്പോൾ 1 ദിവസമേ ഉള്ളായിരുന്നു. അപ്പോൾ 1 ദിവസത്തിൽ കിട്ടിയ ടൈം നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്തു. മാർക്കറ്റിലും ബാക്കി രാവിലെ അവിടെയൊക്കെ പോയി മാക്സിമം സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ സ്ട്രീറ്റും ബാക്കി വ്യൂ ഒക്കെ കാണാൻ പോയി. അപ്പം ഷിംല വെരി നൈസ് പ്ലേസ്. ഇപ്പോൾ ക്ലൈമറ്റ് ഉള്ള സമയത്തൊക്കെ വന്നാൽ എടാ ഷിംല എങ്ങനെ ഉണ്ടായിരുന്നു? ഷിംല കിട്ടില്ലായിരുന്നു. ക്ലൈമറ്റ് കിട്ടില്ലാണ്. ഒരു രക്ഷയില്ലായിരുന്നല്ല. കണ്ടില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞില്ല. അപ്പോൾ വരാൻ ഇഷ്ടമുള്ളവർക്ക് കാണും ട്രാവൽ. അപ്പോൾ നേരെ ട്രെയിൻ പിടിച്ചോ ഷിംലയ്ക്ക്. ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് വരിക. ആർമിയിൽ എന്തോ ഇതെന്തോ ആർമിയുടെ ട്രെയിനിങ്ങിന്. അപ്പോൾ പുള്ളീനെ കാണിച്ചാൽ എന്നെ വെടിവെക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡായി വീണ്ടും കാണാം. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേ എടുത്തിട്ട് നാളെ ചണ്ഡീഗഡിന് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ചണ്ഡീഗഡിൻ്റെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. കിടിലൻ എപ്പിസോഡായിട്ട് ഇനിയും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ലൈക്കൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ട്രാവൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നേരെ റൂമിൽ പോവാണ്. ബൈ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഇനിയും കാണാം. എടാ ടാറ്റ പറ. അപ്പോൾ പുതിയ എപ്പിസോഡുമായി അടുത്ത ചണ്ഡീഗഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.